ഈ സ്വാതന്ത്ര്യം പറ്റില്ല സാറേ. എന്തിനാണ് കാനഡ വീഡിയോ എടുത്താലും എന്തിനെടുത്താലും ബ്രോ എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ഫോണൊന്നും ഞാൻ എടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിവിടെ വന്നതൊക്കെ നമ്മളിവിടെ ഇടേ വാടാ എന്തിന്റെ കാര്യങ്ങൾ ചോദിക്കാണ്ട് കേട്ടോ, കഴിഞ്ഞിട്ട് പോവാം. നിങ്ങൾ സംസാരിക്കണ്ട, ഒന്നിട്ട് കാര്യം ചോദിക്കണ്ട. നമുക്ക് അങ്ങോട്ട് അവന്മാർക്ക് ഒരു പ്രശ്നമില്ല. നമ്മളൊരു കട ഉണ്ടായിരുന്നു, ആരൊക്കെ കേറി എന്തിരൊക്കെ എടുത്തോണ്ട് പോയിന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോ നിങ്ങളെ കൈമുറി അങ്ങനെ തിരക്കാൻ വന്നേ ഉള്ളു. അല്ലാതെ കൈമുറി വേറൊന്നുമില്ല. എന്റെ കൈമുറി ഞാൻ പണി സൈറ്റിൽ നിന്ന് മുറിഞ്ഞത്. എന്റെ കൈ ഇപ്പൊ പറഞ്ഞ വലിയ മറ്റേ ഗ്ലാസ് കയറിക്കൊണ്ട് വണ്ടി വീണ് വീണതല്ലേ, വണ്ടി നിന്ന് ഗ്ലാസ് കൈ പോത്ത്. ഓക്കെ അതെ അത്രേ ഉള്ളു തന്നെ. അപ്പൊ എന്തിനാണ് ഇപ്പൊ ചെയ്യാറുള്ളത്? ചെയ്യണ്ട, വിളിച്ചു അടുത്താക്കൂ മുഖത്ത് നോക്കടാ. വിളിക്കാൻ പറ. പിന്നെ ഇതൊക്കെ പോലീസുകാരാണ്. എടാ നമ്മളെ പോലീസ് എന്നല്ല, നമ്മളെ പോലീസ് 3 സ്റ്റാർ ഉണ്ട്. വിളി തുടങ്ങിയ ക്രിസ്മസ് വിളിച്ചോ അടങ്ങളാ വിളി 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 സാറേ, വിളി വിളി സാറേ, വിളിച്ചോ വിളിച്ചോ. കടയിൽ കയറി മോട്ടിച്ചത് ഇതിവിടെ ഇല്ല. നമ്മളെ മര്യാദ നിന്റെ കാല വണ്ടി എടുത്താടാ. അല്ല വണ്ടി എടുത്താ എന്തിനെടുത്താ? നാളെ നിന്റെ ആരും എന്തിനെടുത്താ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ സീൻ കാണിക്കണം? എന്തിനെടുത്ത്? സംസാരം വേണ്ട, ചുമ്മാ ഇപ്പൊ അങ്ങനെ ഒരു 14 ദിവസം, മനസ്സിലായില്ലേ ചേട്ടാ? 14 ദിവസം കുടിപ്പോയതിന് 30 ദിവസം റൂൾസും എല്ലാം അറിയാം. ഇതൊന്നും നടത്തില്ല ബ്രോ. എന്റെ കൈ മുറിഞ്ഞോണ്ടാണ് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കയറിയത്, മനസ്സിലായല്ലേ? ഞാൻ തിരുവനന്തപുരം ചുള്ളക്കകത്തുള്ളതാണ്. ഞാൻ തിരുവനന്തപുരം ചുള്ളക്കകത്തുള്ള കേട്ടറാ. സിനിമ ഡയലോഗ് സാറേ നിങ്ങളെ ഇടിച്ചോ നിങ്ങൾക്ക് നമ്മളെ ഇടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഓന്മാരെ കൊണ്ട് ഇടിപ്പിക്കാൻ നിക്കല്ലേ കേട്ടാ. നിങ്ങൾ ഇടിച്ചോ, അപ്പനെ ഇടിച്ചോ. ഇറക്കി വെക്കണോ? ഇറക്കി വെക്കട്ടാ. നിങ്ങൾ ഇടിച്ചോ സാറേ, ഇടിച്ചോ. നിങ്ങൾ ഇടിച്ചോ, വേറൊന്നുമില്ല. നിങ്ങളിവിടെ കൊണ്ടുപോയ നേരെ ഊളം പറയല കൊണ്ടിടണോ സാറേ. അത് വേറെ മൂട്. അത് വേറെ മൂട്. എന്റെ അനിയന് വയ്യാത്തോണ്ട് അവൻ കിടന്ന് കാണിക്കണത്. അതിന്റെ കൂടെ ഞാൻ നിക്കണതേ ഉള്ളൂ. കാണിച്ചു പുറത്തും കൊണ്ടു. പ്രീതറാണ് എന്റെ വക്കീല്. എന്തിനാടേ വീട് ഓഫ് ചെയ്യടാ? നീയൊക്കെ ഇത്ര നേരം കാണിച്ചില്ലേ? നീയൊക്കെ നാട്ടിക്കാരെ എന്റെ പിള്ളേരെ എന്തിനാ കാണിച്ചോ? കൊച്ചു പെമ്പിള്ളേരെ ബോസ്കോ കേസ് നീ കാണിച്ച. നിനക്ക് തരണുണ്ട്, മനസ്സിലായ? ജയിലിക്കാർക്ക് ഇറങ്ങിട്ട് വരട്ട്. വെയിറ്റ് തരാം ചേട്ടാ, തരാം. ഞാൻ മൂലത്തെ അടിച്ച് തരാം. അവന്മാരെന്താ എന്റെ തോളിൽ കാണിച്ച് എന്റെ പിള്ളേരെ കൊച്ചു പെമ്പിള്ളേരെ അവന്മാരെ സ്നേഹിക്കണം. എന്തിരി കൊണ്ടുപോയിക്കണത് അതുകൊണ്ട് ഞാൻ കാണിച്ചിപ്പം, മനസ്സിലായോ? അവന്മാരെന്റെ കൊച്ചു പെമ്പിള്ളേരെ സ്നേഹിച്ച് അവന്മാരെ കൊണ്ടൊരു ഭാഗം അടിക്കുന്നത് കാണിച്ചു. തെറ്റുണ്ടോ? മാട്ടിക്കണല്ല, അമ്മരെ വീട്ടുകാരെ മാട്ടിക്കണ ഭാഗ്യം, മനസ്സിലായോ? പോയില്ലേ കണ്ട സെൻട്രൽ ജയിലിൽ ആണ്. എനിക്കും അവനും പറ്റിയതല്ല. അഞ്ചൂര് കോടതി നിങ്ങൾ ഹാജരാക്കണം. 5 കോടതി
അവിടെ ചന്തമുണ്ട്. നീ ഇവിടെ എല്ലാം കണ്ടിട്ടുള്ളു. കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടാ? നീ നമ്മളെ കൊണ്ടുപോയ മേലെ 3 സ്റ്റാർ ആയി പറഞ്ഞ മര്യാദ കാണിച്ചാട്ടോ. എന്തിനാണ്? വേറൊന്നുമില്ല. വണ്ടി ഇടിച്ച് എന്തിനാണ്? പൈസ അല്ല. എന്തിനാണ് എന്റെ കഞ്ചാവും പറയുന്നത് ഞാൻ വലിക്കണ വേദനല്ല. മനസ്സിലായോ? ഡാക്കു എത്ര ഉണ്ട് നമുക്ക് അതിനുള്ള അനുസരിച്ച് ഫുഡ് വാങ്ങിച്ചു തന്നില്ലേ? ഫുഡ് ഡാക്കു കോടതി പറയാനുള്ളതാണ് 850 രൂപ കേട്ടല്ലേ? 850 രൂപ ഫുഡ്. അത് നമുക്ക് കിട്ടണം. അതെ, എത്ര അറച്ച 13ാമത്തെ വയസ്സിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയാണ്. മനസ്സിലായ? എന്തൊരു ഗ്യാസ്? 2 കൊല ഗ്യാസ് ഉണ്ട്. 302 302 കൊല ഗ്യാസ് ഉണ്ട്. അവനാണ്ട് 302 ഗ്യാസ് അവന്. ഇപ്പൊ 2ാമത്തെ ഗ്യാസ് ചെയ്യാൻ പോകുന്നു. മനസ്സിലായോ മക്കളെ? 850 രൂപ ഉണ്ട്. ഫുഡ് വാങ്ങിച്ചെന്നില്ലേ കോടതി പറയാനുള്ള പൈസ? ഫുഡും പറയാന്ന് കഴിക്കില്ലല്ലോ. ഫുഡും പറയാൻ കഴിക്കില്ല. നമ്മ വീഡിയോ സൈറ്റ് വാങ്ങിച്ചെന്നാൽ വെച്ചോ. വേടാ പൈസ വേടാ. വെക്കൂ. സെല്ലിനകത്ത് കൊണ്ടിട്ട് ഇടിക്കാനുള്ള എനിക്ക് ഇടിക്കിട്ട്. നിങ്ങളാണ് ഇപ്പൊ പിടിച്ച. അപ്പൊ നമുക്ക് പോവാമോ? പിന്നെ സാറങ്ങൾ എങ്ങനെയാണിങ്ങനെ സാറാ പിടിച്ചാറാ നമ്മളെ പോകത്ത് നിങ്ങളെ കസ്റ്റഡിയിലാണ്. നമ്മളെ കയ്യില് പൈസ ആയാലും ഒരു ബീഡി തുണ്ട് പോലും വെക്കാൻ പറ്റൂല. മനസ്സിലായോ? വെച്ചോ. ഫോണൊഴുകി മേടിക്കാം. നീയാ പോലീസ്? നീയാടാ പോലീസ്? അബി വീഡിയോ